ഞങ്ങൾ മൈസൂർ പോയി. കുറേ കാലത്തിന് ശേഷമുള്ള ആഗ്രഹമായിരുന്നു വൃന്ദാവൻ ഗാർഡൻ കാണുന്നു. അവിടെ പോയി നോക്കുമ്പോൾ നമ്മളെ മൻമോഹൻ സിംഗ് മരിച്ച കാരണം നമുക്ക് വാട്ടർ ഡാൻസ് ഇല്ല, അങ്ങനെ നല്ല പരിപാടികളൊന്നും ഉണ്ടായില്ല. ഇതിങ്ങനെയൊന്നുമല്ല കേട്ടോ, നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് എന്താ പറയുക, നല്ലൊരു രസമാണ്, നല്ലൊരു ഭംഗിയാണ്. ഇതൊക്കെ പിന്നെ വെറുതെ അവരിങ്ങനെ ആൾക്കാർ വരുന്നത് കൊണ്ട് ഇങ്ങനെ കുറച്ച് ഭാഗം ഇങ്ങനെ ചെയ്ത് വെച്ചു, കുറച്ച് ലൈറ്റ് ഇട്ട് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നിറച്ച് ലൈറ്റൊക്കെ ഇട്ട് വാട്ടർ ഡാൻസും അങ്ങനെയുള്ള കുറേ പരിപാടികളാണ് അവിടെ. നല്ല ഭംഗിയാണ് കാണാൻ, ചെടികളൊക്കെ ആയിട്ട് കുറേ സ്ഥലമുണ്ട് കേട്ടോ അവിടെ കാണാൻ ഒരുപാട് ഇത്. പിന്നെ അതുപോലെ ബോട്ടിംഗ് ഉണ്ട്, നല്ല രസമാണ്. പക്ഷെ നമുക്കൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല നല്ല രീതിയിൽ, നമ്മൾ വിചാരിച്ച രീതിയിൽ. പിന്നെ ആകെയുള്ള സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തിയപ്പോൾ ഒരു മലയാളീനെ പരിചയപ്പെട്ടു. അതൊരു എന്താ പറയുക, ഇത്തയും ഇക്കയും ഉമ്മയും 2 മക്കളും എല്ലാം നല്ല ഇതായിരുന്നു, നല്ലൊരു രസമായിരുന്നു കേട്ടോ. അവരുള്ളത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയതും. അതേപോലെ നമ്മളുള്ളത് കൊണ്ട് അവരും വന്നു. അങ്ങനെ നമ്മൾ നല്ല ഇതിൽ അടിച്ച് പൊളിച്ചു. വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ശരിക്കും ഭാഷ അറിയാണ്ടൊക്കെ പെട്ടുപോകുന്നേ. ഒന്നും നമുക്ക് ഇവരുടെ ഇതൊന്നും സംസാരിക്കാനൊന്നും അറിയില്ലെങ്കിലെല്ലാം പെട്ട്. പിന്നെ പറ്റീര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പറ്റിക്കലില്ല. പക്ഷെ ഇവർ ഇക്കാനെല്ലാം അറിയാം കേട്ടോ, ഇക്കാന് ഭാഷ അറിയാമല്ലോ സംസാരിക്കാൻ. അത് കാരണം ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ സംസാരത്തിൽ പിടിച്ചു നിന്ന്. പിന്നെ അത്യാവശ്യം ഞാൻ ഇവിടെ ഇങ്ങനെ കുറേ പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു, അത് കാരണം ആ ഭാഗമൊക്കെ കുറച്ച് എനിക്കും അറിയാം. അങ്ങനെയെല്ലാം കൂടെ 2 പേരും കൂടെ അങ്ങനെ പിടിച്ചു നിന്നു എന്ന് പറയാം, 2 ടീമും കൂടെ. ഇതാണ് നമ്മളെ മുത്തുമണികൾ, നല്ല പിള്ളേരാണ് കേട്ടോ. നമുക്ക് ഭയങ്കര ഇഷ്ടമായി. ചില കുട്ടികളോട് നമുക്ക് പ്രത്യേക ഒരു ഇഷ്ടം തോന്നൂല്ലേ, ഒരു വല്ലാത്തൊരു എന്താ പറയുക, വല്ലാത്തൊരു ഇഷ്ടം. അങ്ങനെയാണ്. എന്തെങ്കിലും മിഠായി വരെ മേടിച്ച് കഴിഞ്ഞാൽ ഇന്നാ ചേട്ടാ, ഇന്നാ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുത്തരും. അങ്ങനെ ഒരു ഭയങ്കര ഒരു സ്നേഹമുള്ള പിള്ളേർ എല്ലാവരും. അതെ കേട്ടോ, പിള്ളേർ മാത്രമല്ല എല്ലാവരും നമ്മൾ നല്ല രീതിയിൽ പരിചയപ്പെട്ടു. പിന്നെ ഒരു ചെറിയ വീഡിയോ എടുത്തു. പിന്നെ അവിടെ ഇരുട്ടത്തൊന്നും എടുക്കാനൊന്നും പറ്റുന്നില്ല, പിന്നെ വെറുതെ ഒന്ന് എടുത്തു അവരുടെ ഒരു ഓർമ്മക്ക്. അപ്പോൾ ഒരിക്കലും മറക്കില്ല, അല്ലെങ്കിൽ മറക്കില്ല. നമ്മൾ ആ ഫ്രണ്ട്ഷിപ്പ് എന്തായാലും കൊണ്ടുപോകുന്നുണ്ട് മുന്നോട്ട്. ഇതാണ് ഉമ്മ, അതാ ഇരുന്ന് നിൽക്കുന്ന മുന്നിൽ. ഉമ്മ നല്ല ഉഷാറായിട്ടാ, നമ്മളെക്കാളും ഉഷാറാണ് നടക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്യാനും. നല്ല രസമായിരുന്നു. പിന്നെ ഇത് ബസ്സിൽ നിന്ന് ഞാൻ വെറുതെ എടുത്തത് കേട്ടോ, അവളെന്തോ കഴിച്ചുകൊണ്ടിരിക്കുക. നമ്മളങ്ങനെ കുറേ സ്ഥലങ്ങൾ പോയിട്ടുണ്ട്. ഞാൻ എല്ലാം ഇടാം കേട്ടോ, ഓരോ ഭാഗമായിട്ട്.